Hey guys, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഐഫോൺ കില്ലർ എന്ന് പറഞ്ഞിറക്കിയ നത്തിങ് ഫോൺ 1 ആണ്. സോ ഇതാണ് നത്തിങ് ഫോൺ 1ന്റെ ബോക്സ് വരുന്നത്. ഇത്രയും സ്ലീക്ക് ആൻഡ് തിൻ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നത്തിങ് ഫോണിൻ്റെ ബ്ലാക്ക് കളറാണ്. അതുകൊണ്ടാണ് ബോക്സ് ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്നത്. നമ്മൾ വൈറ്റ് കളർ ഫോൺ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സും വൈറ്റ് കളറിലാണ് വരിക. നത്തിങ് ഫോൺ 1 5G സപ്പോർട്ടഡ് ആണ്. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ 8GB റാം 256GB ഇൻറ്റേർണൽ മെമ്മറി ആണ് ഉള്ളത്. ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി 35,000 ആണ് ഫ്ലിപ്കാർട്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് 128GB ഇൻറ്റേർണൽ മെമ്മറി ഉള്ളതും 12GB റാം ഉള്ളത് കിട്ടും. അതിൻ്റെയൊക്കെ പ്രൈസ് 32,000 to 38,000 ഉള്ളിലാണ് വരിക. Qualcomm Snapdragon 778G+ ആണ് പ്രോസസ്സർ വരുന്നത്. പിന്നെ നമുക്ക് ഡ്യുവൽ സൈഡ് ഗോറില്ല ഗ്ലാസ് വരുന്നുണ്ട്. നത്തിങ് OS ആണ് വരുന്നത്. പിന്നെ 4500 mAh ബാറ്ററി, IP53 വാട്ടർ റെസിസ്റ്റൻറ്റ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 30 മിനിറ്റ്സിൽ നമുക്ക് 50% എത്തും. അതുപോലെ തന്നെ 15 വാട്ട് വയർലെസ് ചാർജിങ്, പിന്നെ 5 വാട്ട് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. കമ്പനിയുടെ പേര് പോലെ ബോക്സിൽ കാര്യമായിട്ടൊന്നുമില്ല, അഡാപ്റ്റർ ഒന്നും വരുന്നില്ല. നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ അഡാപ്റ്റർ മേടിക്കാം. 45 വാട്ട് വരെ സപ്പോർട്ടഡ് ആണ്. അതിന് ഏകദേശം 1500 റുപ്പീസ് വരും ഫ്ലിപ്കാർട്ടിലൊക്കെ. ചാർജിങ് കേബിൾ നമുക്ക് C to C ആണ് വരുന്നത്. അത് വൈറ്റ് കളറിലാണ്. ഫോണിൻ്റെ പോലെ ബ്ലാക്ക് കളേർഡ് ആണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. പിന്നെ നമുക്ക് യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു യുണീക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിം ഇജക്ടർ പിന്നാണ്. ഒരു ട്രാൻസ്പാരൻറ്റ് പിൽ ഷേപ്പിലാണ് വരുന്നത്. നത്തിങ് ഫോൺ 1ന് 6.55 ഇഞ്ച് ഫുൾ HD ഫ്ലെക്സിബിൾ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലും മുകളിലും നോക്കുകയാണെങ്കിൽ 16 മെഗാപിക്സലിൻ്റെ സോണി IMX766 സെൻസറാണ് വരുന്നത്. അതിന് f2.45 അപ്പർച്ചറാണ് വരുന്നത്. പിന്നെ മുകളിൽ നമുക്ക് റിസീവർ സ്പീക്കർ കാണാൻ പറ്റും. ഇതൊരു HDR10+ ഡിസ്പ്ലേ ആണ്. 120Hz സ്ക്രീൻ റീഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ 1200 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. ഇതിൻ്റെ ചുറ്റും വരുന്ന എഡ്ജസ് ഒക്കെ 100% റീസൈക്കിൾഡ് അലൂമിനിയം ആണ്. അവർ മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്. അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കൊരു സിം ഇജക്ടർ ട്രേ കാണാം. പിന്നെ മൈക്രോഫോൺ, പിന്നെ USB Type-C ചാർജിങ് പോർട്ട്, പിന്നെ നമുക്കൊരു സ്പീക്കറും കാണാം. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വോളിയം റോക്കേഴ്സ് കാണാൻ പറ്റും. പിന്നെ മുകളിലായിട്ട് നമുക്കൊരു മൈക്രോഫോണും വരുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ട്രാൻസ്പാരൻറ്റ് ഗോറില്ല ഗ്ലാസ് ബാക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് അവിടെ 2 ക്യാമറ കാണാം. അതിൽ ഒന്ന് 50 മെഗാപിക്സലിൻ്റെ സോണി IMX766 പ്രൈമറി സെൻസറാണ് വരുന്നത്. f1.88 അപ്പർച്ചറും വരുന്നുണ്ട്. അതിന് ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക് ഇമേജ് സ്റ്റെബിലൈസേഷനും വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്തത് 50 മെഗാപിക്സലിൻ്റെ സാംസങ് JN1 114 ഡിഗ്രി അൾട്രാവൈഡ് ലെൻസ് ആണ് വരുന്നത്. അതിന് f2.2 അപ്പർച്ചറും വരുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഫ്ലാഷ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതാണ് റെഡ് LED ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ നമുക്ക് അതിൻ്റെ ചുറ്റും ഈ ഒരു പൊസിഷനിലായിട്ട് നമുക്ക് ഗ്ലിപ് ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ഗ്ലിപ് ഇൻ്റർഫേസ്. ഇനി നമുക്ക് ആ ട്രാൻസ്പാരൻറ്റ് ഡിസൈനിലുള്ള സിം ഇജക്ടർ ടൂൾ യൂസ് ചെയ്തിട്ട് ആ സിം ട്രേ തുറന്നു നോക്കാം. നമുക്കിവിടെ ആക്ച്വലി 2 സിം ഇടാൻ പറ്റും. അത് രണ്ടും നാനോ സിംസ് ആണ്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സോ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നത്തിങ്ങിൻ്റെ ലോഗോ കാണാൻ പറ്റും. പിന്നെ ഇത് ആക്ച്വലി സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതുകൊണ്ട് ബ്ലോഡ് വെയർസും ഉണ്ടാവില്ല, ആഡുകളും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിൽ ഓഡിയോ ജാക്ക് വരുന്നില്ല. സോ ഇതാണ് ഇതിൻ്റെ ഹോം സ്ക്രീൻ വരുന്നത്. നമുക്ക് അടിയിൽ കാണുന്ന സെർച്ച് ബാർ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എത്ര നോക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് പൊസിഷൻ മാറ്റാൻ പറ്റുന്നില്ല. അതൊരു ബഗ്ഗാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത ഹോം സ്ക്രീൻ കാണാൻ പറ്റും. സോ ഇതൊക്കെയാണ് ആപ്സ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നമുക്ക് സെർച്ച് ബാർ ഉണ്ട്, എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അതുപോലെ റൈറ്റ് സൈഡിലുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾവേസ് ഷോ കീബോർഡിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ ഹോം സ്ക്രീനിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷൻ വിഡ്ജറ്റ് ആണ്. നമുക്ക് ഏത് വിഡ്ജറ്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ ഇതൊക്കെയാണ് നത്തിങ്ങിൻ്റെ വിഡ്ജറ്റ്സ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നത് കസ്റ്റമൈസേഷൻ ആണ്. അതിൽ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ ഉണ്ട്. ഇവിടെ നമുക്ക് വാൾപേപ്പറും സ്റ്റൈലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ അടിയിൽ നമുക്ക് വാൾപേപ്പർ കളേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ബേസിക് കളേഴ്സും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേഞ്ച് വാൾപേപ്പറിൻ്റെ ഓപ്ഷനിൽ ഏത് വാൾപേപ്പറിലേക്ക് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ആപ്പ് ഗ്രിഡ് ആണ്. അതിൽ നമുക്ക് 4x5 ഉണ്ട്, 5x5 ഉണ്ട്. പിന്നെ അടുത്തത് ഡാർക്ക് തീമിൻ്റെ ഓപ്ഷനാണ്. ഇനി അടുത്തത് വാൾപേപ്പർ സ്ക്രോളിംഗ് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം. പിന്നെ ഐക്കൺ ബാക്ക് ഉണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാനും പറ്റും. അടുത്തത് ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് ആണ്. അതിൻ്റെ ഉള്ള ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് ഉണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആപ്പ് സെറ്റിംഗ്സ് ഉണ്ട്, പിന്നെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഉണ്ട്. അതിൽ നോട്ടിഫിക്കേഷൻ്റെ ഹിസ്റ്ററി കാണാൻ പറ്റും. പിന്നെ കോൺവെർസേഷൻ ഉണ്ട്, ബബിൾസ് ഉണ്ട്. അതായത് കോൺവെർസേഷനൊക്കെ നമുക്ക് ബബിളായിട്ട് കിട്ടും. പിന്നെ അടുത്ത ഓപ്ഷൻ നമുക്ക് ഡിവൈസ് ആൻഡ് ആപ്പ് നോട്ടിഫിക്കേഷൻസ് ആണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ലോക്ക് സ്ക്രീൻ ഉണ്ട്. അതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഷോ കോൺവെർസേഷൻ, ഡിഫോൾട്ട് ആൻഡ് സൈലൻറ്റ്, ഹൈഡ് സൈലൻറ്റ് കോൺവെർസേഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ, ഡോണ്ട് ഷോ ഇൻ നോട്ടിഫിക്കേഷൻ. പിന്നെ കുറച്ച് ജനറൽ സെറ്റിംഗ്സിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്. വയർലെസ് എമർജൻസി അലേർട്ട് ഉണ്ട്. അതിൽ നമുക്ക് എക്സ്ട്രീം ത്രെഡ്സ്, സിവിയർ ത്രെഡ്സ്, ആംബർ അലേർട്ട്സ്, ടെസ്റ്റ് അലേർട്ട്സ്, ഏരിയ അപ്ഡേറ്റ് ബ്രോഡ്കാസ്റ്റ്,
എമർജൻസി അലേർട്ട് ഹിസ്റ്ററി, പിന്നെ വൈബ്രേഷനും അലേർട്ട് റിമൈൻഡറും ഉണ്ട്. പിന്നെ അടുത്ത കുറച്ച് ഓപ്ഷൻസ് ഉള്ളത് ഹൈഡ് സൈലൻറ്റ് നോട്ടിഫിക്കേഷൻ ഇൻ സ്റ്റാറ്റസ് ബാർ, അലൗ നോട്ടിഫിക്കേഷൻ സ്നൂസിങ്, നോട്ടിഫിക്കേഷൻ ഡോട്ട് ഓൺ ആപ്പ് ഐക്കൺ, പിന്നെ എൻഹാൻസ് നോട്ടിഫിക്കേഷൻ. പിന്നെ തിരിച്ച് ഹോം സ്ക്രീൻ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആഡ് ആപ്പ് ഐക്കൺസ് ടു ദി ഹോം സ്ക്രീൻ, സ്വൈപ്പ് ടു ആക്സസ് ദി ഗൂഗിൾ ആപ്പ്, ഡബിൾ ടാപ്പ് ടു ടേൺ ഓഫ് ഡിസ്പ്ലേ, പിന്നെ ആപ്പ് സജഷൻസ്, ഇതൊക്കെയാണുള്ളത്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഗൂഗിൾ ആപ്പ് ഓപ്പൺ ചെയ്ത് വരും. ഇനി അടുത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ പാനൽ നോക്കാം. ഇവിടെ ആദ്യം തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത്, എയർപ്ലെയിൻ മോഡ്, ഡിവൈസ് കൺട്രോൾ, ഓട്ടോ റൊട്ടേറ്റ്, പിന്നെ ടോർച്ച്, ഇതൊക്കെയാണുള്ളത്. ഇനി നമ്മൾ അവിടെ നിന്ന് ഒന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ലൈറ്റ്, NFC, ഇത് രണ്ടും കാണാൻ പറ്റും. പിന്നെ മൊബൈൽ ഡാറ്റേൻ്റെ അവിടെ നിന്ന് സ്ക്രോൾ ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് വൈഫൈയും ഹോട്ട്സ്പോട്ടും കാണാം. പിന്നെ അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് ലൈറ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, ലൊക്കേഷൻ, നിയർ ബൈ ഷെയർ, പിന്നെ സ്ക്രീൻ കാസ്റ്റ്. പിന്നെ നമ്മൾ ഏറ്റവും അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് ആണുള്ളത്. നമുക്കതിലൊന്ന് പവറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എമർജൻസി ഉണ്ട്, പവർ ഓഫ് ഉണ്ട്, റീസ്റ്റാർട്ടും ഉണ്ട്. പിന്നെ അടുത്ത് എഡിറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് ബാറ്ററി സേവർ, വാളറ്റ്, ഗ്ലിപ്പ്, അലാം, ഡാർക്ക് തീം, ബാറ്ററി ഷെയർ, സ്ക്രീൻ റെക്കോർഡ്, ഇൻവേർട്ട് കളേഴ്സ്, ഡാറ്റ സേവർ, എക്സ്ട്രാ ഡിം, സ്റ്റോറേജ്, ഫോക്കസ് മോഡ്, ബെഡ് ടൈം മോഡ്, കാൽക്കുലേറ്റർ, ടേൺ ഓൾ ഓൺ മൈ സ്വിച്ച്, ടേൺ ഓൾ ഓഫ് മൈ സ്വിച്ച്, ഓട്ടോ ഷസാം, പിന്നെ ഷസാം. ഇനി അടുത്ത സെറ്റിങ്സ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ്, കണക്റ്റഡ് ഡിവൈസസ്, ആപ്സ്, നോട്ടിഫിക്കേഷൻ, പിന്നെ ഗ്ലിപ്ത് ഇൻ്റർഫേസ്. ഗ്ലിപ്ത് ഇൻ്റർഫേസിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ ലൈറ്റിങ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതിലടിയിൽ ബ്രൈറ്റ്നസ് സ്ലൈഡർ ഉണ്ട്. അതിൽ നമുക്ക് ഗ്ലിപ്ത് ഇൻ്റർഫേസിനെ ബ്രൈറ്റ്നസ് കൂട്ടാൻ പറ്റും. പിന്നെ നമുക്ക് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയാണ് പിന്നിൽ ഗ്ലിപ്ത് ഇൻ്റർഫേസിൽ ലൈറ്റ് കത്തുക. അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന റിംഗ് ടോൺ അനുസരിച്ച് ഇതേപോലെ ലൈറ്റ് കത്തും. പിന്നെ SMS ഇതേപോലെ ഗ്ലിപ്ത് ഇൻ്റർഫേസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റിംഗ് ടോണിൽ പോകാം. അതിൽ നത്തിങ്ങിൻ്റെ റിംഗ് ടോൺസ് ഉണ്ട്. പിന്നെ സൗണ്ട് ഓൺലിയുടെ ഓപ്ഷൻ ഉണ്ട്. അതിൽ സൗണ്ട് മാത്രമേ വരുള്ളൂ, നമുക്ക് ലൈറ്റ് കത്തില്ല. പിന്നെ നമുക്ക് ഇതേപോലെ നമുക്ക് കുറച്ച് റിംഗ് ടോൺസ് അവൈലബിൾ ആണ്. ആ റിംഗ് ടോൺസിനനുസരിച്ച് നമുക്ക് പിന്നിലത്തെ ലൈറ്റ് കത്തുന്നത് ഞാൻ കാണിച്ചു തരാം. അതുമാത്രമല്ല നമുക്ക് കസ്റ്റം റിംഗ് ടോൺസ് നമുക്ക് ഇടാൻ പറ്റും. സോ നമുക്ക് ഇഷ്ടമുള്ള സോങ്സ് ഇട്ട് കഴിഞ്ഞാൽ അതായിട്ട് സിങ്ക് ആയിട്ട് നമുക്ക് പിന്നിലത്തെ ഗ്ലിപ്ത് ഇൻ്റർഫേസ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അടുത്ത നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ആണ്. അതിൽ നത്തിങ്ങിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ഇരിക്കുന്നുണ്ട്. അതും ഇതേപോലെ 10 ഇരിക്കുന്നുണ്ട്. ഓരോന്നിനും ഡിഫറൻ്റ് ആയിട്ടുള്ള ഗ്ലിപ്ത് ഇൻ്റർഫേസും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷൻ ചാർജിങ് മീറ്റർ ആണ്. അതായത് നമ്മൾ ചാർജ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ചാർജിങ് മീറ്റർ കാണിക്കും. സോ ഞാനിവിടെ തൽക്കാലം ഒരു പവർ ബാങ്കിൽ കുത്തിയിട്ട് ഞാൻ ചാർജ് ചെയ്ത് കാണിച്ചു തരാം. സോ ചാർജ് ചെയ്യുമ്പോൾ തന്നെ മുമ്പിൽ നമുക്ക് ഇതേപോലെ പെർസെൻറ്റേജ് കാണിക്കും. പിന്നെ പിന്നിൽ നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ചാർജിങ് ഇൻഡിക്കേറ്റർ കാണിക്കും. പിന്നെ അടുത്തത് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് ആണ്. അത് നമുക്ക് ഗ്ലിപ്ത് ഇൻ്റർഫേസിൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലിപ്പ് ടു ഗ്ലിപ്ത് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഫോൺ കമത്തി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആയിട്ട് നമുക്ക് കോളോ മെസ്സേജ് വന്നാൽ ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. പിന്നെ നമുക്ക് അവസാനം ബെഡ് ടൈം ഷെഡ്യൂൾ ഉണ്ട്. ഇനി അടുത്ത് ബാറ്ററി ആണ്. അതിൻ്റെ ഉള്ളിൽ ബാറ്ററി യൂസേജ്, ബാറ്ററി സേവർ, ബാറ്ററി മാനേജർ, ബാറ്ററി ഷെയർ, പിന്നെ ബാറ്ററി പെർസെൻറ്റേജും ഉണ്ട്. നമുക്ക് ബാറ്ററി ഷെയർ ആക്ച്വലി റിവേഴ്സ് ചാർജിങ് ആണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇത്ര ശതമാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ കൊടുക്കാം. സോ ഞാനിപ്പോൾ ആക്ച്വലി റിവേഴ്സ് ചാർജിങ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ആപ്പിളിൻ്റെ എയർപോഡ്സ് ആണ്. ഞാൻ അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലിപ്ത് ഇൻ്റർഫേസ് ഇതേപോലെ ലൈറ്റ് കത്തും. അതേപോലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ എയർപോഡ് ഇപ്പോൾ ചാർജ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതേപോലെ തന്നെ ഞാൻ iPhone 13 വെച്ച് ചാർജ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ iPhone 13 അതേപോലെ തന്നെ നത്തിങ് ഫോൺ 1 വെച്ച് കമ്പയർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് കമ്പാരിസൺ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ എൻ്റെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ഡിസ്പ്ലേ സെറ്റിങ്സ് നോക്കാം. അതിൽ ആദ്യം തന്നെ ബ്രൈറ്റ്നസ് ലെവൽ ഉണ്ട്. അത് ഇതേപോലെ നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഉണ്ട്, ലോക്ക് സ്ക്രീൻ ഉണ്ട്, പിന്നെ ഡിസ്പ്ലേ സൈസ്, പിന്നെ കളേഴ്സാണുള്ളത്. കളേഴ്സിൽ അലൈവും സ്റ്റാൻഡേർഡും ഉണ്ട്. പിന്നെ നമുക്ക് അടിയിൽ കൂൾ കളർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ നമുക്കുള്ളത് നൈറ്റ് ലൈറ്റ് ആണ്. പിന്നെ സ്മൂത്ത് ഡിസ്പ്ലേ ഉണ്ട്. അതായത് 60 to 120 ഹെർട്സിലേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി റൈസ് ആയിക്കൊണ്ടിരിക്കും. അടുത്ത് നമുക്ക് പിന്നെ കസ്റ്റമൈസേഷൻ, ആക്സസിബിലിറ്റി, സെക്യൂരിറ്റി ഒക്കെയാണ് ഉള്ളത്. അതിൽ നമുക്ക് സെക്യൂരിറ്റീൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് മുകളിൽ കാണാൻ പറ്റും. അത് സെക്യൂരിറ്റി സ്റ്റാറ്റസ് ആണ്. പിന്നെ നമുക്ക് സ്ക്രീൻ ലോക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് 4 ഓപ്ഷനാണ് ഉള്ളത്: സ്വൈപ്പ്, പാറ്റേൺ, പിൻ, പിന്നെ പാസ്വേഡ്. അതുമാത്രമല്ല നമുക്കൊരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്. ഫേസ് അൺലോക്കും സ്മാർട്ട് അൺലോക്കൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് 3 ബാക്കപ്പ് മെത്തേഡും കൂടി കൊടുക്കാൻ പറ്റും. അതിലൊന്ന് പാറ്റേൺ, പിന്നെ പിന്ന്, പിന്നെ പാസ്വേഡാണ്. പിന്നെ നമുക്ക് ലൊക്കേഷൻ്റെ ഓപ്ഷൻ, സേഫ്റ്റി ആൻഡ് എമർജൻസി, പാസ്വേഡ് ആൻഡ് അക്കൗണ്ട്, ഗൂഗിൾ, സിസ്റ്റം, പിന്നെ അബൌട്ട് ഫോൺ ആണുള്ളത്.
അതിൽ സിസ്റ്റമിൽ നമുക്ക് ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് ഉണ്ട്, സിസ്റ്റം അപ്ഡേറ്റ് ഉണ്ട്. കറൻ്റ്ലി ആൻഡ്രോയിഡ് 12 ഇരിക്കുന്നത്. നത്തിങ് കമ്പനി നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് 13 14 അപ്ഡേറ്റ്സ് കിട്ടുന്നു. ഇനി അടുത്ത് ഗസ്റ്റേഴ്സ് ആണ്. അതിൽ നമുക്ക് സിസ്റ്റം നാവിഗേഷൻ, ക്വിക്ക്ലി ഓപ്പൺ ക്യാമറ, ടാപ്പ് ടു ഷോ ലോക്ക് സ്ക്രീൻ, ലിഫ്റ്റ് ടു ഷോ ലോക്ക് സ്ക്രീൻ, പിന്നെ ഫ്ലിപ്പ് ടു ഗ്ലിപ്റ്റ് ആണുള്ളത്. ഇനി നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഗെയിം മോഡ് ഉണ്ട്. അതിൽ നമുക്ക് ആപ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട്, മിസ് ടച്ച് പ്രിവെൻഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈമും ബാക്കപ്പ് ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് അബൌട്ട് ഫോണാണ്. അതിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ഫോണിൻ്റെ ഒരു ഫോട്ടോ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഡിവൈസിൻ്റെ നെയിം, പിന്നെ സോഫ്റ്റ്വെയർ ഇൻഫോ, അതായത് നത്തിങ് OS 1.0.2, പിന്നെ സ്റ്റോറേജ്, പ്രൊസസ്സർ, റാം, ബാറ്ററി പെർസെൻറ്റേജ്, മോഡൽ നമ്പർ, സീരിയൽ നമ്പർ, ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ക്യാമറയിൽ ആദ്യം തന്നെ നമുക്ക് ഫോട്ടോ നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്ക് ടൈമർ ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ മൂലയ്ക്ക് നമുക്ക് ഫ്ലാഷിൻ്റെ ഓപ്ഷൻസ് ആണ്. അതിലാദ്യം തന്നെ ഫ്ലാഷ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ, പിന്നെ നോർമൽ ഫ്ലാഷ്, ഓട്ടോ ഫ്ലാഷ്, പിന്നെ നമുക്ക് അടുത്തത് ഗ്ലിപ്ത് ഇൻ്റർഫേസ് ആണ്. നമുക്ക് ഗ്ലിപ്ത് ഇൻ്റർഫേസിൻ്റെ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലിപ്ത് ഇൻ്റർഫേസിലത്തെ എല്ലാ ലൈറ്റും കത്തുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കാണാൻ പറ്റുക. ഇനി അടുത്ത് നമുക്ക് സൂം ലെവൽസ് നോക്കാം. ആദ്യം തന്നെ അൾട്രാ വൈഡ് ഉണ്ട് 0.6x, പിന്നെ 1x, 2x, പിന്നെ നമുക്ക് 20x വരെ ഡിജിറ്റൽ സൂം അവൈലബിൾ ആണ്. ഇനി മുകളിലായിട്ട് ഒരു സ്മോൾ ആരോ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്താലാണ് ബാക്കിയുള്ള ഓപ്ഷൻസ് കിട്ടുക. അതിൽ നമുക്ക് ആദ്യം തന്നെ റേഷ്യോ ഉണ്ട്. അത് 4:3, 16:9, ഫുൾ, 1:1, ഈ ഓപ്ഷൻസൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നമുക്ക് മോഷൻ ഫോട്ടോ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമുക്ക് 12 മെഗാപിക്സലാണ് ഇരിക്കണം. അത് നമുക്ക് 50 മെഗാപിക്സലിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 2 സൂം ലെവലുള്ളൂ, 0.6xഉം 1xഉം. ഇനി നമുക്ക് അടുത്ത് ഫിൽറ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് കുറേ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സെറ്റിങ്സിൽ പോകും. അതിൽ നമുക്ക് സേവ് ലൊക്കേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഷട്ടർ സൗണ്ട്, പിന്നെ നമുക്ക് മിറേർഡ് ഫ്രണ്ട് ക്യാമറ, പിന്നെ ഗ്രിഡ് ലൈൻസ്, എക്സ്പേർട്ട് മോഡ് ഫീച്ചേഴ്സ്, ടാപ്പ് ടു ടേക്ക് എ ഫോട്ടോ, ലൈവ് HDR, പ്രസ് ആൻഡ് ഹോൾഡ് ഷട്ടർ, അത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സീൻ ഡിറ്റക്ഷൻ ഉണ്ട്, റെക്കോർഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ വീഡിയോ എൻകോഡിംഗ് ഉണ്ട്. അത് H.264 ഫോർമാറ്റിലാണ് വീഡിയോ റെക്കോർഡ് ആവുക. പിന്നെ നമുക്ക് സെറ്റിങ്സ് ഒക്കെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ട് ക്യാമറ നോക്കാം. ഫ്രണ്ട് ക്യാമറയിലും ഇതേപോലെ നമുക്ക് റേഷ്യോസ് ഉണ്ട്. അത് 4:3, 16:9, ഫുള്ള്, പിന്നെ 1:1, സെയിം തന്നെ. ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതേപോലെ സിമിലർ തന്നെയാണ്. കൂടി ഒരു ഡിഫറൻസ് നമുക്ക് സെൻറ്ററിൽ HD പോർട്രേറ്റ് ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് വീഡിയോ മോഡാണ്. അതിൽ നമുക്ക് ആദ്യം തന്നെ നൈറ്റ് മോഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് 180p 30 ഫ്രെയിംസിലാണ് റെക്കോർഡിംഗ് കാണിക്കണത്. പിന്നെ നമുക്ക് HDRൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ നോർമൽ വീഡിയോയിൽ നമുക്ക് 4K 30 ഫ്രെയിംസ് വരെ റെക്കോർഡ് ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷൻസ് നമുക്ക് 720p 60 ഫ്രെയിംസ്, 720p 30 ഫ്രെയിംസ്, പിന്നെ നമുക്ക് 180p 60 ഫ്രെയിംസും 180p 30 ഫ്രെയിംസിലും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് ഫ്ലാഷ് ഓൺ ചെയ്യാൻ, ഓഫ് ചെയ്യാൻ, പിന്നെ നമുക്ക് ഗ്ലിപ്ത് ഇൻ്റർഫേസിൻ്റെ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് സൂം ലെവൽസ് 0.6x ഉണ്ട്, 1x ഉണ്ട്, 2x ഉണ്ട്, പിന്നെ 10x വരെ സൂമുണ്ട്. നത്തിങ് ഫോൺ 1ൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ഇൻഡിക്കേറ്റർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിൽ തന്നെ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180p 30 ഫ്രെയിംസും 720 30 ഫ്രെയിംസിലാണ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് സ്ലോ മോഷനാണ്. നമുക്കതിൽ 1xഉം 2xഉം സൂം ലെവൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 120 fps റെക്കോർഡ് ചെയ്യാൻ പറ്റുക. അതിൽ നമുക്ക് 180pയും 720pയും ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് പോർട്രേറ്റ് ആണ്. അതിൽ നമുക്ക് ഇതേപോലെ അപ്പർച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് മുകളിൽ ടൈമറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബ്യൂട്ടീൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ പറ്റും. ഇനി അടുത്തത് മോർ ഓപ്ഷൻസ് ആണ്. അതിൽ നമുക്ക് ടൈം ലാപ്സ് ഉണ്ട്, പാനോരമ ഉണ്ട്, മാക്രോ ഉണ്ട്, പിന്നെ എക്സ്പേർട്ടും ഉണ്ട്. അതിൽ നമുക്ക് മാക്രോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്ച്വലി 0.6xൻ്റെ അൾട്രാ വൈഡ് ക്യാമറയാണ് ഓൺ ആവണേ. പിന്നെ ഗ്ലിപ്ത് ഇൻ്റർഫേസ് നമുക്ക് ലൈറ്റും കിട്ടും. പിന്നെ അടുത്ത് എക്സ്പേർട്ട് മോഡാണ്. അത് ആക്ച്വലി നമ്മുടെ പ്രോ മോഡ് തന്നെയാണ്. അതിൽ നമുക്ക് എക്സ്പോഷർ, ISO, പിന്നെ അപ്പർച്ചർ, വൈറ്റ് ബാലൻസ്, പിന്നെ ഫോക്കസ്, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ സൂം ലെവൽസും ഉണ്ട്. അതിൽ നമുക്ക് മാക്സിമം 10x വരെ സൂം കിട്ടും. സോ ഇതൊക്കെയാണ് നത്തിങ് ഫോൺ 1നെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.